കിച്ചൺ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന വളരെ സ്വാദിഷ്ടമായ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ കാളൻ ആണ്. ഇത് മലബാർ സ്റ്റൈലിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്നുണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചക്കായയും 2 കഷ്ണം ചേനയുമാണ്. ചേനയുടെ ചെറിയ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ ചേനയും കായും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അധികം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് പോകരുത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും കാളനെല്ലാം ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലേ നമുക്ക് നല്ല ഒരു ടേസ്റ്റ് കാളന് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ചേന പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ചേനയ്ക്ക് വേവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ചേന കുക്കായതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഷ്ണങ്ങൾ നികക്കെ നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ഉള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി 1/2 മുറി തേങ്ങയാണ് ഇവിടെ ഞാൻ ചിരകിയെടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റുകയാണ്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇത് നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടി ഞാൻ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആണ് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇത് മഷി പോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുത്താൽ മാത്രമേ കാളന് നല്ല സ്വാദ് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം ആവശ്യത്തിന് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി അഥവാ നിങ്ങളുടെ ചേനയിലെ വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള കാളനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം കുറുകിയിരിക്കുന്ന ടൈപ്പിലാണ് ഇവിടെ കാളൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അധികം വെള്ളം ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് സമയം ആ തേങ്ങയെല്ലാം ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കേണ്ട തൈര് ഞാൻ എടുത്ത് വെക്കുകയാണ്. 3/4 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സ്പൂണോ ബീറ്ററോ ഉപയോഗിച്ച് ആ കട്ടയെല്ലാം ഉടയുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് ഇത് വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ കായും ചേനയും എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ മോര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാൻ തൈര് ചേർക്കുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ചട്ടിയിലായതുകൊണ്ട് നല്ല ചൂട് ആ കറിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തൈര് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതി. അതുകൊണ്ട് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി അതിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെന്നെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കാളൻ വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിരുന്നു. അത് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്.
കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇത് നമുക്ക് കാളനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൂടി തുറന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ കാളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് കാളൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്